ഈ നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട്, എന്തിനാണ് ഷാജിയുടെ ഉമ്മാടെ വീഡിയോയും കൂടപ്പിറപ്പിൻ്റെ വീഡിയോ ഉമ്മാനെ തെറി പറയുകയോ തല്ലോ അവർ വെട്ടിക്കൊല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, ചന്ദനം കടത്തോ ചന്ദനം വിൽക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അവർ ചെയ്യുന്നതിൻ്റെ പുറകെ പോയി റിയാക്ഷൻ വീഡിയോ ചെയ്ത് കണ്ടൻറ് ഉണ്ടാക്കാൻ നടക്കുന്നത് കൊണ്ടല്ലേ അവൾ വിളിച്ച് മറ്റുള്ളവരോട് ചീത്ത പറയും, വെല്ലുവിളിക്കും. അപ്പോൾ അവരോട് നീ വീട്ടിലേക്ക് വാടിയെന്ന് പറയുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കേസിലേക്ക് മറ്റുള്ളവരൊക്കെ വന്ന് വലിഞ്ഞ് ചാടുന്നത്? എന്തായാലും 5 മക്കളെ പ്രസവിച്ചു, 5 മക്കളെ വളർത്തുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ധൈര്യമായിട്ട് കയറി വന്നു. മക്കളെയും കൊണ്ടല്ലേ വന്നത്, ആ മക്കളാണ് അവളുടെ ധൈര്യം. അപ്പോൾ മക്കളെയും കൊണ്ട് വന്നാൽ ആരും ഒന്നും ചെയ്യില്ല എന്ന് നല്ല ഉറപ്പുണ്ട് അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലത്തൊന്നും സപ്പോർട്ടില്ല, ഉമ്മയില്ല, കൂടപ്പിറപ്പുകളില്ല, നാട്ടുകാരില്ല, വീട്ടുകാരില്ല, നമുക്ക് ആരും ഭർത്താവോ ഇല്ല. അപ്പം നമുക്ക് ആരും സപ്പോർട്ട് ചെയ്യാൻ, നമ്മളെ നല്ലത് പറയാൻ ഒരാളെങ്കിലും നമ്മളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ നമ്മളോട് സ്നേഹം ഉണ്ടെന്നറിയുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു ശാന്തത, അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. ഇതെപ്പോഴും ഒരാളെക്കുറിച്ച് നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ വൈലൻ്റ് ആവും. എപ്പോഴും എന്നാൽ അയാൾ എന്നെ അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ മിണ്ടാതിരിക്കുക, അങ്ങനെ തോന്നില്ല. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഈ പറയുന്നത് നമുക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, അതിന് മറുപടി പറയാൻ പോകാതെ വേറെ നമ്മളുടെ കണ്ടൻറ്റിന് വേണ്ടി ആണെങ്കിൽപ്പോലും റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നവരോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ വീഡിയോസ് എടുത്ത് ചെയ്യാതിരിക്കുക. നല്ലൊരു പയ്യനാണ് ഷെരീഫ്, പിന്നെ നല്ലൊരു ഭാവിയുണ്ട്, 2 മക്കൾ, വൈഫ് ഒക്കെ ഉണ്ട്. അതിന് ഇനിയും ഗൾഫിലേക്ക് പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഷാജി എങ്ങനെയും ജീവിക്കട്ടെ, അവരുടെ ഇഷ്ടത്തിന്. അവർ 5 മക്കളെയും വളർത്തി ജീവിക്കുന്നു, അവർ ജീവിക്കട്ടെ. അവരെന്തോ പറഞ്ഞിട്ട് പോട്ടെ. അവർക്ക് ഒരു സ്ഥലത്തുനിന്ന് സപ്പോർട്ടില്ലാതെ വരുമ്പോൾ ഒരു വല്ലാതെ വയലൻ്റ് ആവണതാണ്. കാരണം നമുക്ക് ആരും തന്നെ, ഒന്നാമത്തെ കാര്യം ഭർത്താവില്ല, അതിൻ്റെ കൂടെ ഉമ്മയും കൂടപ്പിറപ്പുകൾ എല്ലാവരും വഴക്കാണ്. അയലക്കംകാരോ മിണ്ടുന്നില്ല, നാട്ടുകാരോ വഴക്കാം. അപ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞാലും അവൾക്കൊരു സപ്പോർട്ടില്ലാതെ വരുമ്പോൾ വല്ലാതെ ഒരവസ്ഥ, മാനസികാവസ്ഥയിലേക്ക് പോകുന്നതാണ് കുട്ടി. കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ല മിണ്ടാതിരുന്നാൽ അവളുടെ വഴിക്ക് ജീവിച്ചോളും. ഇനിയിപ്പോൾ ബിഗ് ബോസിൽ വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു, അതോടെ കൂടിയാകുമ്പോൾ നമുക്ക് പൂർത്തിയായിട്ടും കാണാൻ പറ്റും. ഇപ്പോഴേ പിന്നെ ഷാജിയോട് എനിക്ക് പറയാനുള്ളത്, എന്തിനാണ് മറ്റുള്ളവരുടെ വീട്ടിലേക്ക് കയറി ചെന്ന് വഴക്കുണ്ടാക്കുന്നത്? എന്നെ ഒരു ജ്യേഷ്ഠത്തിയായിട്ട് കൂട്ടാം, എനിക്കയാളെ അറിയില്ല, എങ്കിലും വീഡിയോ കണ്ടിട്ട് ഉള്ള ഒരു ഇതിൽ പറയുന്നതാണ്. എന്തിനാണ് അവരെ ചീത്ത വിളിക്കാനും ആവശ്യമില്ലാത്ത മെസ്സേജുകൾ പറയാനൊക്കെ പോകുന്നത്? എന്തിനാണ്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മൾ അതിനകത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ അവർ നമുക്കെതിരായിട്ട് വന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് പോകാതെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനെതിരായിട്ട് എന്നെയും ചീത്ത പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് ആരും. ഷാജിയുടെ വീഡിയോ കണ്ടു. ഷാജി ഏതോ വീടന്വേഷിച്ച് പോയി ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തിയെ ചീത്ത വിളിക്കുന്നതായിട്ട്. എന്താണ് ഷാജിയെ അവരുടെ വീഡിയോസിന്, അവരുടെ ഉമ്മയുടെ വീഡിയോയോ അവരുടെ ചാനലിൽ അവർക്ക് ഇഷ്ടമുള്ളത് എടുത്ത് അത് മറ്റുള്ളവർ എടുത്ത് കണ്ടൻ്റാക്കി നമ്മൾ ഇടുന്നത് കൊണ്ടാണല്ലോ നമ്മളെ അവർ ചീത്ത പറയാനായിട്ട് വരുന്നത്. പിന്നെ എന്തിനാണ് അവരുടെ വീഡിയോയ്ക്ക് അവർ ഇടുകയോ ഇടുകാതിരിക്കുകയോ അവരുടെ കൂടപ്പിറപ്പിൻ്റെ എന്നല്ല അവർ പറയുന്നത്, അവരെടുത്ത്. പിന്നെ എന്തിനാണ് അവരുടെ വീഡിയോസ് എടുത്ത് വെറുതെ റീച്ചിന് വേണ്ടി മറ്റുള്ളവർ നമ്മുടെ ചാനലിലിട്ടിട്ട് വീണ്ടും ഷാജിയെ റേസാക്കി കൊണ്ടുപോയി ഓരോന്ന് പറയുമ്പോഴാണല്ലോ പുള്ളിക്കാരി ഇങ്ങനെ ഒരു മാനസിക രോഗികൾ വരുന്നത് പോലെ വരുന്നത്. അതിൽ നിന്ന് അവളെ മൈൻഡ് ചെയ്യാതെ ഇരുന്നാലും അവളുടെ കമൻ്റ് ഇടാതിരിക്കുകയോ അല്ലെങ്കിൽ അവളുടെ ആൾക്കാരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുകയോ ചെയ്താൽ കുഴപ്പമില്ലല്ലോ.
അപ്പോൾ അവൾക്ക് റീച്ചും കിട്ടില്ല, അവൾ തന്നെ ഒതുങ്ങുകയും ചെയ്യും. അതിന് പകരമായിട്ട് ചുമ്മാ കുറേ ആൾക്കാർ അവൾക്ക് മറുപടി കൊടുക്കാനും അവളുടെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് അവൾക്ക് കമൻ്റ് ഇടാനും അവളെ ചീത്ത കളിക്കാൻ നടക്കുമ്പോൾ അവളത് എന്തായാലും അവൾ 5 മക്കളെ വളർത്തുന്നുണ്ടല്ലോ. 5 മക്കളെയും പള്ളയെ കളഞ്ഞിട്ടല്ലല്ലോ ജീവിക്കുന്നത്. ആ 5 മക്കളെയും കൊണ്ടാണല്ലോ എങ്ങനെയായാലും ഇയാൾ വീട് തേടി പിടിച്ചെത്തുന്ന വീട്ടിൽ വരെ അവൾ ആ മക്കളെയും കൊണ്ടാണ് വരുന്നത്. എന്തായാലും ആ മക്കളെ നോക്കണതിൻ്റെ ഒരു ഇതെന്തായാലും അവളുടെ ആ ധൈര്യവും ബലവും അത് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് പല പ്രാവശ്യം